ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമന്നാരായണീയത്തെക്കുറിച്ച് 2 വാക്ക്. ശ്രീമന്നാരായണീയം നാരായണ ഭട്ടതിരിപ്പാട് രചിക്കാൻ ഉണ്ടായ കാരണം തൻ്റെ ഗുരുവായ അച്യുത പിഷാരടിയുടെ രോഗം തന്നിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. അച്യുത പിഷാരടിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു പഠിക്കാൻ തുടങ്ങിയതോടുകൂടി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ ജീവിത രീതിക്ക് വളരെ മാറ്റം വന്നു. രാവും പകലും വിശ്രമമില്ലാതെ പഠിക്കുക തന്നെ. കുളി, സന്ധ്യാവന്ദനം മുതലായ നിത്യകൃത്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവനും വായിക്കാനും പഠിക്കാനും എഴുതാനും തന്നെ ഉപയോഗപ്പെടുത്തി. ഊണിലും ഉറക്കത്തിലും ശ്രദ്ധ കുറഞ്ഞു. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തും. പാതിരയ്ക്കെങ്ങാനും ഒന്ന് തലചായ്ച്ചാലായി. പഠിക്കുക എന്ന ഒരേ ഒരു ജ്വരം. അക്കാലത്ത് അച്യുത പിഷാരോടി വാതരോഗം ബാധിച്ച് കിടപ്പിലായി. ശിഷ്യൻ ശ്രദ്ധാപൂർവം ഗുരുവിനെ ശുശ്രൂഷിച്ച് കൂടെ കൂടി. പിഷാരോടി നല്ലൊരു വൈദ്യനായിരുന്നു എങ്കിലും മറ്റു വൈദ്യന്മാരുമായി കൂടിയാലോചിച്ച് ആ രോഗശമനത്തിനുള്ള ചികിത്സകൾ പലതും ചെയ്തു. ഒന്നും ഫലിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ജ്യോത്സ്യനും കൂടിയായിരുന്ന അദ്ദേഹം ജാതക പ്രശ്നാദികൾ വഴി രോഗകാരണം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ജന്മാന്തര ദുരിതമാണ് തൻ്റെ രോഗത്തിന് കാരണമെന്നും തിലഹോമം, വേർപാട്, കർമ്മവിഭാഗദാനം മുതലായ പ്രായശ്ചിത്തങ്ങൾ ചെയ്താൽ തനിക്ക് രോഗവിമുക്തി കിട്ടുമെന്നും കണ്ടു. അപ്പോൾ അതിനുള്ള ശ്രമമായി. മേൽപ്പത്തൂരാണ് ഉത്സാഹത്തിൽ ഈ പരിഹാരങ്ങൾ ഓരോന്നായി ചെയ്യാൻ തുടങ്ങിയത്. കർമ്മവിഭാഗദാനത്തിൻ്റെ സമയം വന്നപ്പോൾ ആർക്കാണത് ചെയ്യേണ്ടതെന്ന ആലോചനയായി. നല്ല ബ്രഹ്മ തേജസ്സുള്ള ആൾക്കേ കർമ്മവിഭാഗദാനം വാങ്ങാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ പാപങ്ങൾ ദാനം വാങ്ങിയ ആളിലേക്ക് പകരും. അതിനാൽ ധൈര്യം പോരാതെ എല്ലാവരും പിന്മാറുന്നു. രാജസൂയത്തിൽ അഗ്രപൂജയ്ക്ക് അർഹൻ കൃഷ്ണനാണെന്ന് സഹദേവൻ അഭിപ്രായപ്പെട്ടതുപോലെ പിഷാരോടിയോടെ ശിഷ്യരിൽ ഒരാൾ മേൽപ്പത്തൂരിൻ്റെ പേര് നിർദ്ദേശിച്ചു. ഗുരുഭക്തരിൽ അഗ്രേസരനായ അദ്ദേഹം അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ഗുരുവിനും അത് സന്തോഷമായി. ഗുരുവിൻ്റെ സകല പാപങ്ങളും ശിഷ്യൻ മന്ത്രപൂർവം പരിഗ്രഹിച്ചു. ഗുരു വളരെ സന്തോഷത്തിലായി. അങ്ങനെ ക്രമത്തിൽ പിഷാരോടിയുടെ വാദക്ലേശങ്ങൾ കുറഞ്ഞു വന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൽ രോഗലക്ഷണങ്ങൾ ഓരോന്നായി കാണാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി വലിയ മനപ്രയാസമൊന്നും ഉണ്ടായില്ല. ചികിത്സകളായും പ്രായശ്ചിത്തങ്ങളായും പലവിധം പരിഹാരങ്ങൾ മേൽപ്പത്തൂരിനും ചെയ്തു നോക്കി. രോഗത്തിന് കുറവൊന്നും വരുന്നില്ല. കുറച്ചു ദിവസം വളരെ മനപ്രയാസത്തോടു കൂടി കഴിഞ്ഞുകൂടി. ഒടുവിൽ ഗുരുവായൂർ പോയി ഭജനം നടത്തിയാൽ തനിക്ക് രോഗങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തി കിട്ടുമെന്ന് ഒരു തോന്നലുണ്ടായി. അങ്ങനെ ഗുരുവായൂർ താമസിച്ച് ഭജിക്കുവാനുള്ള ആരോഗ്യം കിട്ടിയാൽ ഉടനെ അങ്ങോട്ട് പോകാൻ ഉറച്ചു. വേഗത്തിൽ എൻ്റെ രോഗത്തിന് ആശ്വാസം കിട്ടണേ ഗുരുവായൂരപ്പ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ആശ്വാസം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവുകയും ചെയ്തു. ആശ്രിതവത്സലനായ ഗുരുവായൂരപ്പൻ ആ പ്രാർത്ഥന സ്വീകരിച്ചു. ക്രമത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗം കുറഞ്ഞു വന്നു. കൊല്ലവർഷം 761 ചിങ്ങമാസം 19-ാം തീയതി തിരുവോണ ദിവസം ഊണ് കഴിഞ്ഞ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ അനുജനായ മാതൃദത്തനോടൊപ്പം ഗുരുവായൂർക്ക് പുറപ്പെട്ടു. പുറപ്പെടുന്നതിനു മുമ്പ് ഗുരുവായ അച്യുത പിഷാരോടിയുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി. ഭക്തോത്തമനായ തുഞ്ചത്തെഴുത്തച്ഛനെയും വിവരമറിയിച്ചു. അദ്ദേഹം ഫലിത രൂപത്തിൽ മീൻ തൊട്ടുകൂട്ടാൻ പറഞ്ഞയച്ചു. മത്സ്യാവതാര കഥകളെ തുടങ്ങി അങ്ങോട്ട് ഓരോ അവതാര കഥകൾ എഴുതാനാണ് അദ്ദേഹം പറഞ്ഞത്, രചിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഭാഗവത സ്തോത്രം ഉണ്ടാക്കി സ്തുതിച്ച് സേവിക്കാനാണ് അദ്ദേഹം തീർച്ചപ്പെടുത്തിയത്.
അങ്ങനെ ഒരു ദിവസം 10 ശ്ലോകം നിർമ്മിച്ച് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക. അങ്ങനെ നാരായണീയം എന്ന ഗ്രന്ഥം രചിക്കാനാണ് തീരുമാനിച്ചത്. ഭാഗവതത്തിൻ്റെ അർത്ഥം ഒട്ടും ചോർന്നു പോകാതെ വളരെ സംക്ഷിപ്തമായി ഭാഗവതം മുഴുവനായി ആ നാരായണീയ ഗ്രന്ഥത്തിൽ ഒതുക്കി നാരായണീയം രചിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ഒരു ദിവസം 10 ശ്ലോകം നിർമ്മിച്ച് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക. 100 ദിവസം കൊണ്ട് ഭാഗവതസാര സംഗ്രഹം അവസാനിപ്പിക്കുക എന്നൊരു സങ്കല്പത്തിലാണ് മേൽപ്പത്തൂർ ഭജനം തുടങ്ങിയത്. സ്തോത്രം ദശകം ദശകമായി നിർമ്മിക്കണമെന്നും അത് ആകെ 100 ദശകത്തിൽ ഒതുക്കണമെന്നും ഭട്ടതിരിപ്പാട് തീരുമാനിച്ചു. രാവിലെ നേരത്തെ കുളിച്ച് സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് മാനസപൂജ ചെയ്ത് മണ്ഡപത്തിൽ കയറി വേദത്തിലെ വിഷ്ണു സൂക്തങ്ങൾ ചൊല്ലി നമസ്കരിക്കുക, പ്രദക്ഷിണം വയ്ക്കുക. തെക്കേ വാതിൽമാടത്തിൽ കിഴക്കേ അറ്റത്ത് ഗുരുവായൂരപ്പന് ആഭിമുഖമായി ഇരുന്ന സ്തോത്രപദ്യങ്ങൾ ഉണ്ടാക്കി സ്തുതിക്കുക. ഉച്ചയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ നിവേദ്യം തന്നെ ഭക്ഷിക്കുക. ഒരു ദശകം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി സമയം ഭാഗവതം വായിച്ചും നാമം ജപിച്ചും പ്രദക്ഷിണം വെച്ചും കഴിച്ചു കൂട്ടുക. ഇതാണ് ഭജനത്തിൻ്റെ ക്രമം. പകൽ മുഴുവൻ അമ്പലത്തിൽ തന്നെ കഴിയും. രാത്രി അത്താഴപൂജ കഴിഞ്ഞാൽ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പോയി കിടന്നുറങ്ങും. അനുജൻ മാതൃത്വത്തിന് എപ്പോഴും ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒപ്പമുണ്ടാവും. ശ്ലോകങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോഴപ്പോൾ എഴുതിയെടുക്കുകയും ചെയ്യും. 2 ദിവസം ഭജനം വിചാരിച്ചതുപോലെ നടന്നു. 3-ാം ദിവസം ആയപ്പോഴേക്കും വാതരോഗം വീണ്ടും കോപിച്ചു. മേൽപ്പത്തൂരിൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമമായി. ഭജനം തുടരാൻ പ്രയാസമെന്ന സ്ഥിതി വന്നു ചേർന്നു. എങ്കിലും അനുജന്റെ സഹായത്തോടുകൂടി ഒരുവിധം അമ്പലത്തിലെത്തി. വേദനയുടെ ശക്തി കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല. ഭക്തന്മാര് ചിലർ നാമം ജപിക്കുന്നു, ചിലർ ഭഗവത് സ്വരൂപം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു, ചിലർ ഭഗവാന്റെ ഗുണകഥകൾ പറയുന്നു, ചിലർ പ്രദക്ഷിണം വയ്ക്കുന്നു, നമസ്കരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഭട്ടതിരിപ്പാടിൻ്റെ മനസ്സിൽ തോന്നുകയാണ്, അവർക്ക് എന്തൊരു ഭാഗ്യമാണ്, അവർ ഭാഗ്യവാന്മാരാണ്. തനിക്ക് അതിനൊന്നിനും കഴിയുന്നില്ലല്ലോ ഭഗവാനെ, ഒന്നിനും മനസ്സിരിക്കുന്നുമില്ല. ഗുരുവായൂരപ്പനോട് നേരിട്ട് കുറേ സങ്കടം പറയാനാണ് തോന്നിയത്. അന്ന് രചിച്ച ശ്ലോകങ്ങളെല്ലാം മേൽപ്പത്തൂരിൻ്റെ ആവലാതി പറച്ചിലാണ്. തൻ്റെ പേരിൽ തെല്ല് കരുണ കാണിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രധാനം. ഭജനം നിർത്തണമോ തുടരണമോ എന്നുള്ള ചിന്തയുടെ ഒരു ആന്തോളനമാണ് ഈ 3-ാം ദശകത്തിലുടനീളം കാണുന്നത്. രോഗക്ലേശങ്ങളാൽ സങ്കടപ്പെടുന്ന എൻ്റെ മനസ്സിനെ അവിടുത്തെ തൃച്ചേവടികൾ ഭജിച്ച് പരമരസം അനുഭവിക്കാൻ പോലും ഇഷ്ടം തോന്നുന്നില്ലല്ലോ ഭഗവാനെ, ഒന്ന് കരുണ ചെയ്യൂ. അവിടുത്തെ പാതാരവിന്ദങ്ങളെ സ്മരിച്ച് രസിച്ച് നാമങ്ങൾ കീർത്തനം എന്നിവ ചെയ്തുകൊണ്ട് ഞാൻ ആൾക്കാരെങ്ങുമില്ലാത്ത വിജനമായ സ്ഥലത്തെങ്ങാണം ചെന്നിരിക്കണോ ഭഗവാനെ? അവിടുന്ന് ഒന്ന് കനിഞ്ഞാൽ എന്തൊരു പ്രയോജനമാണ് ജീവികൾക്ക് ലഭിക്കാതിരിക്കുക. എല്ലാ രോഗങ്ങൾക്കും ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം എത്ര നിസ്സാരമായ കാര്യമാണ്. എത്രയെത്ര ഭക്തന്മാരാണ് യാതൊരു ദുഃഖവുമില്ലാതെ സുഖമായി സഞ്ചരിക്കുന്നത്. എനിക്ക് ഭക്തി ഒന്ന് വർദ്ധിപ്പിച്ച് തന്നാൽ മാത്രം മതി. ആ ഭക്തി തന്നെ എൻ്റെ എല്ലാ രോഗദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റിക്കൊള്ളും, യാതൊരു സംശയവും ഇല്ല. ഇല്ലെങ്കിൽ വ്യാസഭഗവാന്റെ വാക്കും നിന്ദ്രുവടിയുടെ വാക്കും വേദവചനങ്ങളും എല്ലാം അസത്യമാണെന്ന് വരും ഭഗവാനെ. എൻ്റെ ക്ലേശങ്ങൾ തീർത്ത് എൻ്റെ കാലുകൾക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ ആരോഗ്യം തരയണമേ. കയ്യിന് അവിടുത്തെ പൂജ ചെയ്യാനും കണ്ണുകൊണ്ട് അവിടുത്തെ പുണ്യവിഗ്രഹം കാണാനും മൂക്കുകൊണ്ട് അവിടുത്തെ തൃപ്പാദ തുളസിയുടെ ഗന്ധം നുകരുവാനും ചെവി കൊണ്ട് അവിടുത്തെ സരസ കഥകൾ കേൾക്കാനും രസം ജനിപ്പിച്ചു തരണേ. വർദ്ധിച്ച ആധിവ്യാധികളെ കൊണ്ട് വല്ലാതെ ഇളകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിൽ അവിടുത്തെ സച്ചിദാനന്ദ സ്വരൂപം തെളിഞ്ഞു വിളങ്ങണമേ. അങ്ങനെ കണ്ണീർ പൊഴിഞ്ഞും ഏതു വേദനയും എനിക്കും മറക്കാമായിരുന്നു. ഗുരുവായൂരപ്പ, അവിടുത്തെ നേരെ തിരിഞ്ഞു നോക്കാത്തവർ പോലും വളരെ സുഖമായി ജീവിക്കുന്നു. അവിടുത്തെ സ്നേഹിക്കുന്ന ഞാൻ വല്ലാതെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. എന്താണ് ഭഗവാനെ ഇത്? അവിടുത്തേക്ക് അകീർത്തി ഉണ്ടാകാൻ ഇടവരുത്തരുതേ എന്ന് വിചാരിച്ചെങ്കിലും എൻ്റെ രോഗങ്ങളെല്ലാം ഭഗവാൻ ഒന്ന് മാറ്റിത്തരണമേ. എന്നെ അവിടുത്തെ പരമഭക്തനാക്കി തീർക്കണമേ. എന്തിനാണ് ഞാൻ ഇങ്ങനെ പലതും പറയുന്നത്? ഞാൻ ഒരു കാര്യം ഉറച്ചു, അവിടുത്തേക്ക് കരുണയുണ്ടാവുന്നത് വരെ
ഈ തൃപ്പാദത്തിൽ തന്നെ ശക്തി പോലെ നമസ്കരിച്ചും സ്തുതിച്ചും സേവിച്ചു കൂടാൻ തന്നെയാണ് ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ അസുഖങ്ങളെല്ലാം മാറിയതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അതാണ് നാരായണീയം രചിക്കാൻ ഉണ്ടായ കാരണം. അങ്ങനെ അവിടെ ഇരുന്ന് അദ്ദേഹം നാരായണീയം രചിക്കാൻ തുടങ്ങി. 1-2 ദശകങ്ങളിൽ തൻ്റെ രോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. 3-ാം ദശകം മുഴുവനും തൻ്റെ രോഗത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. 4-ാം ദശകം തുടങ്ങുന്നതും എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മിക്ക ദശകവും അവസാനിപ്പിക്കുന്നതും എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ചില ദശകങ്ങളിൽ ഇടയ്ക്കുമുണ്ട് രോഗപരാമർശം. 99-ാം ദശകത്തിൻ്റെ അവസാനം വരെ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഭജനവും സ്തോത്രരചനയും തുടരുന്നതെന്ന് പറയാം. കാരണം പവനപുരപതേ പാഹിമാം കൃഷ്ണ രോഗാത് എന്നാണ് 99-ാം ദശകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വരി. അങ്ങനെ 100-ാം ദിവസം ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിന് വേണുഗോപാലമൂർത്തിയുടെ രൂപത്തിൽ ദർശനം നൽകി. ആ സാക്ഷാത്കാരമാണ് അഗ്രേ പശ്യാമി തേജോ എന്ന് തുടങ്ങുന്ന 100-ാം ദശകത്തിൽ വർണ്ണിക്കപ്പെടുന്നത്. ആ തേജസ്സിൻ്റെ ദർശനം കിട്ടിയതോടുകൂടി മേൽപ്പത്തൂരിൻ്റെ സകല വേദനകളും മാറി. മാത്രമല്ല അമൃതാനന്ദത്തിൽ ആറാടിയ സുഖമുണ്ടാവുകയും ചെയ്തു. ഈ അനുഭൂതിയാണ് പീയൂഷ ആപ്ലാവിദോഹം എന്ന അടുത്ത ആ ഒരു വരിയിൽ ഉള്ളത്. അങ്ങനെ കൊല്ലവർഷം 762 വൃശ്ചികമാസം 28-ാം തീയതി ഞായറാഴ്ച ചോതിയും കൃഷ്ണ ദ്വാദശിയും കൂടിയ ശുഭദിനത്തിലാണ് നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയ സ്തോത്രം സമാപ്തി വരുത്തി അവിടെ സമർപ്പിച്ചത്. അങ്ങനെ ഗുരുവായ അച്യുത പിഷാരടിയുടെ വാതരോഗം ഏറ്റുവാങ്ങിയ ആ ഗുരുഭക്തൻ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ ആയുരാരോഗ്യ സൗഖ്യ സമ്പന്നനായി ഭവിച്ചു. അതാണ് നാരായണീയ രചനയുടെ തുടക്കം.